ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുൻപ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് റെഡ് വെൽവെറ്റും ടോട്ടൽ വെയിറ്റ് വരുന്നത് 2 kg ആണ്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിക്കിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഡിസൈനാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു കേക്കാണ്. നമുക്കത് മാറ്റിയിട്ട് ഒരു കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഒരു ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ കേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കേക്കിൽ നമ്മൾ കളർ ഷെയ്ഡ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഒട്ടും കളർ ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത്. പകരം നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്ന ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ ആ ഒരു ഷെയ്ഡിലോട്ട് കൊടുക്കുകയാണ്, ആ ഒരു തീം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ അതുപോലെ തന്നെ ഗോൾഡ് ഷെയ്ഡുള്ള ഫോക്സ് ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ ഷോപ്പിൽ. അന്നേരം നമ്മൾ വൈറ്റ് ഫ്ലവർ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ബ്രൗൺ കളറ് ഡിപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ കളർ ഡിപ്പ് ചെയ്തൊരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കളർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ആ കളർ നമുക്ക് വേണ്ടുന്ന ആ ഒരു കളർ ഷെയ്ഡ് ആഡ് ചെയ്ത ശേഷം നമ്മുടെ ഫ്ലവർ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് ടിഷ്യൂ പേപ്പറിൽ ആദ്യം വയ്ക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല വെയിലുള്ള സമയത്ത് ആണെങ്കിൽ ഒന്ന് പുറത്ത് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ചെയ്ത് വെച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്തൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. മോർണിംഗ് ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു നമ്പർ 1 ടോപ്പർ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ അക്രിലിക്കിലുള്ള ടോപ്പേഴ്സാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് വളരെ സൈസ് കുറവാണ്. നമ്മുടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈനിൽ അത്യാവശ്യം വലിപ്പത്തിനുള്ള ഒരു നമ്പർ 1 ടോപ്പറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് പ്രിൻ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ നമ്പർ 1 ടോപ്പറൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ബട്ടർഫ്ലൈ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഗോൾഡ് ഷുഗർ ബോൾസും ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊപ്പം കുറച്ച് സെർവിങ് കേക്കും കൂടെ ഉണ്ടായിരുന്നു. ടോട്ടൽ 5 kgയുടെ സെർവിങ് കേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വരുന്ന പീസസ് ആയിട്ടാണ് കസ്റ്റമർ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സിമം പീസസ് കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്ന് നോക്കിയിട്ട് ഒരു നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ എത്ര പീസ് വേണം എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ. സെർവിങ് കേക്ക് ആകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളോട് കട്ട് ചെയ്ത് വെക്കാനാണ് കേട്ടോ പറയാറുള്ളത്. ചില കസ്റ്റമേഴ്സ് മാത്രം കട്ട് ചെയ്യേണ്ട കേക്ക് മാത്രം മതി എന്ന് പറയാറുണ്ട്. അവരുടെ വരുന്ന ആ ഒരു ഗസ്റ്റിൻ്റെയൊക്കെ ലിസ്റ്റിനനുസരിച്ചിട്ട് എണ്ണത്തിനനുസരിച്ചിട്ടൊക്കെ പിന്നെ കസ്റ്റമറിൻ്റെ കട്ട് ചെയ്ത് എടുത്തോളും കേട്ടോ. അത് എങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇതിപ്പം നമ്മൾ തന്നെ കട്ട് ചെയ്യണം. പിന്നെ ഓരോ തവണ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൈഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരു നീറ്റായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൽ ക്രംസൊക്കെ ആകുമ്പോൾ മാക്സിമം ഒന്നത് ക്ലീൻ ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 2.5 കിലോ വെച്ചിട്ട് 2 കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2.5 കിലോ വീതം വരുന്ന 2 കേക്കായിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കേക്കിൻ്റെ കട്ടിങ് മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കട്ടിങ് പരിപാടീസ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ്